ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ വീട്ടിൽ നേന്ത്രപ്പഴം റവ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ ചായയുടെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തിട്ട് നല്ല സ്പോഞ്ച് പോലെ ഒട്ടും എണ്ണയില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഒരു സ്റ്റീമർ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പഴം പുഴുങ്ങാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. എൻ്റെ ഓവർ വലുപ്പം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ 4 എടുത്തിട്ടുള്ളത്. കുറച്ച് വലുപ്പമുള്ളതൊക്കെ ആണെങ്കിൽ 3 എണ്ണം മതി. നമുക്കിത് നന്നായിട്ട് വേവിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ, വെള്ളമൊന്നും ചേർക്കാതെ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് സ്റ്റീമറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അറിയാമല്ലോ എല്ലാവർക്കും പഴം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ പ്രത്യേകം പറയാം, ഓവർ വലുപ്പമുള്ളതൊക്കെ ആണെങ്കിൽ 3ഓ 2ഓ ഒക്കെ മതി കേട്ടോ. നമുക്കിത് അരച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.25 കപ്പ് അളവിലാണ് ഇതിൻ്റെ മിക്സ് ഉണ്ടാവേണ്ടത്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അരച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 1.5 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ 250 ml മെഷറിംഗ് കപ്പിലാണ് 1.5 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാല് എന്ന് പറയുമ്പം ഇളം ചൂടുള്ള പാൽ തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. നമ്മുടെ 1/4 ടീസ്പൂണിൻ്റെ നേരെ പകുതിയായിട്ട് മതി. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം 1.5 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ വറുത്തതാണേലും വറുക്കാതായാലും ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ 1/4 കപ്പ് അളവിൽ മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കട്ടെ. എല്ലാ സൈഡിലും നമ്മുടെ മാവും ആ ഒരു ഈസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാ സൈഡിലും മിക്സായി കിട്ടണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 2 മണിക്കൂർ ചുരുങ്ങിയത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. പിന്നെ ഓരോ ക്ലൈമറ്റിനനുസരിച്ച് മാറ്റം വരും കേട്ടോ. കാരണം ഇത് നേരെ ഡബിളായിട്ടൊന്ന് പൊങ്ങി വരണം, അത്രയേ ഉള്ളൂ. നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തതല്ല, നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നല്ല ചൂടുള്ള ഏരിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ടൈം നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പഴം നന്നായിട്ട് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് ചൂടൊക്കെ ആറിയതിന് ശേഷം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ ഞാനിത് ഈ ഒരു രീതിയിലൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ അടിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, എങ്കിൽ ഈ ഒരു സ്നാക്ക് നന്നായിട്ട് കിട്ടുക. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഏകദേശം 2 മണിക്കൂറൊക്കെ ആയ സമയത്ത് തന്നെ എൻ്റെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള ഏരിയയിൽ നോക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊങ്ങിക്കൊണ്ട് നേരെ ഡബിളായി പൊങ്ങി വന്നില്ലേ. ഇനി ഒന്ന് പതുക്കെ നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ആയി കൊടുക്കുക. കണ്ടില്ല, നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ മാവ് പൊങ്ങി വരണം. പിന്നെ നമ്മുടെ മാവ് പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു 1 മണിക്കൂർ കൊണ്ടൊക്കെ പൊങ്ങി കിട്ടണം. അല്ലെങ്കിൽ നിങ്ങൾ നല്ല തണുപ്പുള്ള ഏരിയയിൽ താമസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. ഒരു ബൗളിൽ നല്ല തിളച്ച ചൂടുവെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു അടപ്പ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ബൗൾ എടുത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. പിന്നെ ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം മധുരം നിങ്ങൾക്ക് മാറ്റം വരുത്തട്ടെ. ഇതിപ്പോൾ കറക്റ്റ് മധുരം തന്നെയാണ്, എന്നാലും ഓരോ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് ചെറിയ അളവിൽ വ്യത്യാസം വരട്ടെ. ചില പഴം ഭയങ്കര മധുരമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽട്ടായി കിട്ടുന്നവർ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽട്ടായതിനു ശേഷം നമ്മൾ നേരത്തെ പഴത്തിൻ്റെ മിക്സ് അടിച്ച് വെച്ചില്ലേ, അത് ഞാൻ ഈ കപ്പ് അളവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കറക്റ്റ് 1.25 കപ്പാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഈ ഒരു 1.25 കപ്പ് തന്നെ നമ്മുടെ പഴത്തിൻ്റെ മിക്സ് വേണം. അപ്പോൾ അതിനനുസരിച്ച് വേണം കേട്ടോ നിങ്ങൾ പഴം പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒട്ടും തന്നെ വെള്ളമില്ലാതെ അടിച്ചെടുത്തിട്ട് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പഴം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. നമ്മുടെ മാവിൻ്റെ സൈഡിലൊക്കെ പഴം എത്തുന്ന രീതിയിൽ അതിൻ്റെ ആ ഒരു കട്ടയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിത് മാവ് പൊങ്ങി വന്നതിന് ശേഷം പിന്നെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പതുക്കെ ഇളക്കിയിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. ഓവറായിട്ട് സ്പീഡായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നേല, ആ ഒരു എയർ ബബിൾസൊക്കെ പോയിട്ട് പിന്നെ നല്ല സ്പോഞ്ചി പോലെ ആയിട്ട് നമുക്ക് ഈ ഒരു പലഹാരം റെഡി ആയിട്ട് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ വീഡിയോ ആയതുകൊണ്ട് വീഡിയോയിൽ സ്പീഡായിട്ട് കൂട്ടിയതാണ് കേട്ടോ, അല്ലാതെ ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് ഇളക്കുന്നില്ല കേട്ടോ, വീഡിയോയിൽ സ്പീഡ് കൂട്ടിയതാണ്. അപ്പോൾ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഓവറായിട്ട് തിക്കായി പോയി എന്നുണ്ടെങ്കിൽ ഒരു ഇളം ചൂടുള്ള പാലോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഒരു 1/4 കപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഭയങ്കരമായിട്ട് തിക്കായി എന്നുണ്ടെങ്കിൽ എൻ്റെ ഇതിപ്പോൾ അങ്ങനെ ഓവർ തിക്കൊന്നുമല്ല, കറക്റ്റ് കൺസിസ്റ്റൻസി. കാരണം ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള റവയും അതുപോലെ തന്നെ മൈദയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. കാരണം നമ്മൾ ഓരോരുത്തർ എടുക്കുന്ന വേറെ ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്, വെള്ളമോ പാലൊക്കെ.
ഓക്കെ. അപ്പോൾ ഇതാ ഞാനൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നന്നായിട്ട് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്കിത് വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് എത്രത്തോളം തിക്നെസ്സുള്ള അപ്പം അതായത് സ്നാക്ക് വേണം അതിനനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ എത്ര സ്പൂൺ ഒഴിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതാ ഞാൻ 2-3 സ്പൂൺ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊരു സ്റ്റീമർ ഇവിടെ വെള്ളം ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇത് പ്ലേറ്റ് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 20 മിനിറ്റാണ് കേട്ടോ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ആ ഒരു ടൈം കൊണ്ട് തന്നെ കറക്റ്റ് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ കറക്റ്റ് 20 മിനിറ്റ് ആയാലാണ് കേട്ടോ ഞാൻ സ്റ്റീമർ തുറക്കുന്നത്. കണ്ടില്ല, അടിപൊളിയായിട്ട് വെന്ത് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പം തൊട്ട് നോക്കുന്ന സമയത്ത് വെന്തിട്ടില്ല എന്നുള്ളൊരു സംശയം വരും കേട്ടോ. കാരണം ചെറിയൊരു ഈർപ്പുള്ള പോലെ മുകളിൽ ഉണ്ടാവുക. അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം പ്ലേറ്റിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തതിന് കറക്റ്റ് അതിൻ്റെ ടെക്സ്ചർ മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ ശരിക്കും നിങ്ങൾക്കൊരു പോളയൊക്കെ കാണുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതൊരു കൗണ്ടർ ടോപ്പിലേക്ക് എടുത്ത് മാറ്റട്ടെ. എന്നിട്ട് എനിക്കൊരു പ്ലേറ്റും കൂടി ഇതുപോലെ വെക്കാനുണ്ട് കേട്ടോ. വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി വേവിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഇത് നമ്മുടെ പഴവും റവയും കൊണ്ടുള്ള സിമ്പിളായിട്ടുള്ള സ്നാക്ക് റെഡിയായി. ഞാൻ ഇത് 2 എണ്ണമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ നല്ല സ്പോഞ്ചി ആയിട്ട് ഇരിക്കുന്നില്ലേ. അപ്പോൾ നമുക്ക് വേണ്ടിക്കിത് നേന്ത്രപ്പഴം വട്ടയപ്പം എന്ന് പേര് പറയട്ടെ. കാരണം ഇതിൻ്റെ ടെക്സ്ചർ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് ഒരു വട്ടയപ്പത്തിൻ്റെ ചെറിയൊരു സ്പോഞ്ച് പോലത്തെ ടെക്സ്ചറാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കാണിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് ഈവനിങ് സ്നാക്ക് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാനും പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടാണ് കേട്ടോ. കാരണം കൂടുതൽ എണ്ണ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ നേന്ത്രപ്പഴം റവയും കൊണ്ടുള്ളൊരു സിമ്പിൾ വട്ടയപ്പം അല്ലെങ്കിൽ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങാപ്പാലിൻ്റെ സ്റ്റൂ ഇല്ലേ അതൊഴിച്ച് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്ക്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഉള്ളൊക്കെ കണ്ടില്ല, അടിപൊളിയായിട്ട് ഇരിക്കുന്നില്ല ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്